ഹായ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു PYQ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ PYQ സീരീസിന്റെ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 122/2024M എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്ന ഒരു പരീക്ഷയാണ്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് AV കുട്ടിമാളു അമ്മയുണ്ട്, D സുനന്ദാമ്മ, അക്കാമ ചെറിയാനുണ്ട്, ആനി മസ്ക്രീൻ ഉണ്ട് അല്ലേ. നമുക്ക് AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ എല്ലാം വളരെ സുപരിചിതമായ പേരുകളാണ്. ആ പേരുകളിനിടയിലൊന്നും നമ്മൾ D സുനന്ദാമ്മ എന്നൊരു പേര് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം, കേരള മലബാർ രാഷ്ട്രീയത്തിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നീ 3 വനിതകൾ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ഇതാണ്: വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് തന്നിരിക്കുന്നു. ഉറുദു പത്രമാണോ, ഉറുദു മാസികയാണോ, ബംഗാളി പത്രമാണോ, ബംഗാളി മാസികയാണോ എന്നാണ് ചോദ്യം. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോയാൽ നമുക്ക് കിട്ടും, അത് ഓപ്ഷൻ എ ഉറുദു പത്രമാണ് എന്ന് കിട്ടും. 1920 ലാലാ ലജ്പത് റായ് ആരംഭിച്ച ഒരു പത്രമാണ് ഇത്. ഇതുപോലെ നമുക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ആയിട്ടും അദ്ദേഹത്തിന്റെ ബംഗാളി നോവൽ ആനന്ദമഠത്തിൽ നിന്നും വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുണ്ട്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഉറുദു പത്രമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം D സുനന്ദാമ്മ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉറുദു പത്രം എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷനിൽ ജോൺ ലോക്ക് ഉണ്ട്, തോമസ് പെയിൻ, ജോർജ് വാഷിങ്ടൺ, ഹെൻറി കോട്ട്. അപ്പം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കോട്ടാണിത് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറഞ്ഞത് ആരാണ്? ഇത് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ചില സ്വാഭാവിക അവകാശങ്ങളോട് കൂടിയാണ്. അത് ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, ഇത് നാച്ചുറൽ റൈറ്റ്സോട് കൂടിയാണ് ഓരോ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജോൺ ലോക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജോൺ ലോക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ എ ജോൺ ലോക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: സന്യാസ് സെന്നിന്റെ തത്വങ്ങൾ ഏവാന്നാണ്. 4 തത്വങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ സന്യാസ് സെന്നുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ദേശീയത, രണ്ടാമത്തേത് ജനാധിപത്യം, മൂന്നാമത്തേത് സോഷ്യലിസം, നാലാമത്തേത് സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ സന്യാസനുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ ഏവയാണ്? നമുക്കറിയാം, ദേശീയത അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, ജനാധിപത്യം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോഷ്യലിസവും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അപ്പം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ഇത് 3 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ സന്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെടാ? ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് സന്യാസൻ അല്ലെ. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3. അടുത്ത ചോദ്യം: UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? നിലവിൽ UN-ൽ എത്ര അംഗങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. 190 ആണോ, 191 ആണോ, 92 ആണോ, 193 ആണോ എന്നതാണ് ചോദ്യം അല്ലെ. ഇത് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ, 193 അല്ലെ. 193 എന്ന് പറയുമ്പോൾ UN-ലെ നിലവിലെ അംഗസംഖ്യയാണ്. അവസാനമായിട്ട് 2011 അല്ലെ, 2011 ദക്ഷിണ സുഡാനും കൂടി ഇതിന്റെ ഭാഗമായി വന്നു. ഓക്കെ, അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്: ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എന്നാണ് ചോദ്യം. നാങ്കിങ് ഉടമ്പടിയാണോ, ഷാങ്കായി ആണോ, യാങ്സി ആണോ, യനാൻ ആണോ എന്നതാണ് ചോദ്യം. ഒന്നാം കറുപ്പ് യുദ്ധം. അപ്പൊ കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ചൈനീസ് വിപ്ലവത്തെ കുറിച്ച് സ്മരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ചൈനീസിന്റെ ബ്രിട്ടന്റെയും ഇടയിൽ നടന്ന ഒരു യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഉടമ്പടിയോടുകൂടി ഇത് അവസാനിച്ചു. അത് ഏത് ഉടമ്പടി എന്നതാണ് ചോദ്യം. 1839 തുടങ്ങി 42 വരെ നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു അത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ വിജയിക്കുകയും ഹോങ്കോങ് ബ്രിട്ടന് ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അപ്പം ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലം ചൈനയ്ക്ക് ബ്രിട്ടന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അത്
ചൈനയ്ക്ക് ഒരു ചെറിയ അപമാനകരമായി തന്നെ തോന്നിയതാണ്. കൂടാതെ പോർട്ടുകൾ 5ഓളം പോർട്ടുകൾ ഓപ്പൺ ആയിട്ട് തുറന്നു കൊടുക്കേണ്ടതായിട്ട് വന്നു ബ്രിട്ടന് വേണ്ടി. അപ്പം 1839 മുതൽ 42 വരെ നീണ്ടു നിന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം. അത് അവസാനിപ്പിച്ച ഉടമ്പടി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഉടമ്പടി നാങ്കിങ് ഉടമ്പടിയാണ് കേട്ടോ. നാങ്കിങ് ഉടമ്പടി. ഓക്കെ, അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഏതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് റിവിഷൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗവും. അത് നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, നിലവാരം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെ അക്ഷാംശങ്ങളാണ്, ആ ഭാഗങ്ങളിലാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വായു താഴേക്ക് അമരുന്നതിനാൽ ഇവിടെ ഉയർന്ന മർദ്ദം അനുഭവപ്പെടുന്നു. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ്. അടുത്ത ചോദ്യം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ അബ്ഹീലിയനും പെരിഹീലിയനും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 8ാം ക്ലാസ്സിലെ SCRTയിലെ 3ാമത്തെ പാഠം, സോഷ്യൽ സയൻസിലെ 3ാമത്തെ പാഠത്തിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് ചോദ്യം. പെരിഹീലിയൻ എന്ന് പറയുമ്പോൾ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്ന അവസ്ഥയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സൂര്യൻ ഭൂമിയുടെ അടുത്ത് വരുന്ന ഒരു സമയത്തെ ഇതിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. അബ്ഹീലിയൻ എന്ന് പറയുമ്പോൾ അകന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ പെരിഹീലിയൻ ആണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലെ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ. പെരിഹീലിയൻ അഥവാ സൂര്യ സമീപകം എന്നാണ് പറയുന്നത്. ഇത് ജനുവരി മാസത്തിലാണ്. ജനുവരി 3 കൃത്യമായിട്ടൊരു ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് ഒന്ന് നോക്കി വെക്കുക. ഒന്നും കൂടി പറയുകയാണ്, SCRT പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ SS-ലെ 3ാമത്തെ പാഠത്തിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. അടുത്ത ചോദ്യം, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് സാന്ദ്രീകരണം, ചാലകം, ജലപാതം, ആർദ്രത. നമുക്കറിയാം സ്ഥിരമായി ഒരു സാന്നിധ്യമായിരുന്നു അല്ലെ ഒരു കാലത്ത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവത്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഹൈദരാബാദ്, ഡെറാഡൂൺ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹൈദരാബാദ്. തെലങ്കാനയിലെ ഹൈദരാബാദ് ആണ് നമ്മുടെ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അഥവാ ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്, തെലങ്കാനയിലെ ഹൈദരാബാദിൽ. അടുത്ത ഒരു ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽദിയ അലഹബാദ്, കാക്കിനന്ദ പുതുച്ചേരി, ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ, കൊല്ലം കോട്ടപ്പുറം അല്ലെ. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നാഷണൽ വാട്ടർവേസിന്റെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാക്കിനഡ പുതുച്ചേരിയാണ് കേട്ടോ. കാക്കിനഡ പുതുച്ചേരി NW4 ആണ്. ഓക്കെ, അപ്പം ആന്ധ്രാപ്രദേശും തമിഴ്നാട്, പുതുച്ചേരി ഈ ഭാഗങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് കൂടാതെ NW1 ആണ് ഹാൽദിയ അലഹബാദ് എന്ന് പറയുന്നത്. NW5 ആണ് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ എന്ന് പറയുന്നത്. കൊല്ലം കോട്ടപ്പുറം NW3 ആണ്. സ്ഥിരമായിട്ട് ചോദ്യം ആയിരുന്നു അല്ലെ. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. 12ാമത്തെ ചോദ്യം, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണെന്നാണ്. 0, 90 ഡിഗ്രി, 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി. ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണീയ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷാംശീയ കോണീയ അളവ് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് 90 ഡിഗ്രിയിൽ നിന്നും 23.5 ഡിഗ്രി കുറയ്ക്കുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 66.5 ഡിഗ്രി കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 66.5 ഡിഗ്രി ആണ്.
അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എന്ന് പറയുന്നത് 66 ഡിഗ്രി എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് തൊഴിലില്ലായ്മ സർവേ ആണോ, ഉപഭോക്തൃ ചെലവ് സർവേ ആണോ, ദേശീയ കുടുംബാരോഗ്യ സർവേ ആണോ, സാമ്പത്തിക സെൻസസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ് കേട്ടോ, ദേശീയ കുടുംബാരോഗ്യ സർവേ. അപ്പൊ ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയിൽ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതൊക്കെയാണ്? ദേശീയ കുടുംബാരോഗ്യ സർവേ ഇതിന്റെ ഭാഗമല്ല. അപ്പൊ തൊഴിലില്ലായ്മ സർവേ ഇതിന്റെ ഭാഗമാണ്, ഉപഭോക്തൃ ചെലവ് സർവേ ഇതിന്റെ ഭാഗമാണ്, സാമ്പത്തിക സെൻസസ് NSSOയുടെ ഭാഗമാണെന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ദേശീയ കുടുംബാരോഗ്യ സർവേ എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നോഡൽ ഏജൻസിയാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് അഥവാ IIPS ആണ്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ് എന്നതുകൂടി നമുക്ക് ഇവിടെ ഓർക്കാം. ഇനിയും ഉപഭോക്തൃ ചെലവ് സർവേ എന്ന് പറയുന്നത് ജീവിത നിലവാരവും ദാരിദ്ര്യവും കുറിച്ച് അന്വേഷിക്കുന്ന അസംഘടിത മേഖലയിലെ മറ്റു സാമ്പത്തിക യൂണിറ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് സാമ്പത്തിക സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 13ാമത്തെ ചോദ്യം, അഥവാ ദേശീയ സാമ്പിൾ സർവേയുടെ ഭാഗമല്ലാത്തത് ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. ദേശീയ കുടുംബാരോഗ്യ സർവേ എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തത്, ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാവസായിക കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണോ, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണോ, കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണോ, വ്യാവസായിക കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളാണോ എന്നതാണ് നമ്മൾ ഓപ്ഷൻ വഴി അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ്. ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് എന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അല്ലെ, നമുക്കറിയാം 1991 നമ്മൾ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അല്ലെ, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, ആഗോളവൽക്കരണം അല്ലെ 1991. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? അല്ലെ, നമുക്കറിയാം അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്? 3ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1960ന്റെ പകുതിയിലാണ്, അതായത് 1965-66 കാലഘട്ടങ്ങളിൽ 3ാമത്തെ 5 ഇയർ പ്ലാനിന്റെ വർഷം എന്ന് പറയുന്നത് 1961-66 കാലഘട്ടങ്ങളാണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നാണ് ചോദ്യമെങ്കിൽ അത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലേറ്റസ്റ്റ് ഫാക്ട് അനുസരിച്ച് ഉത്തർപ്രദേശ് ആണ് നിലവിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്താണ് മധ്യപ്രദേശ് എന്നതുകൂടി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ഈ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് കൂടി വളരെ ആവശ്യം ഉണ്ട്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ അഥവാ നീതി ആയോഗ് പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, മത്സരവും സഹകരണവും ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പം പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ് ഇതിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? PSC ആൻസർ കീ പ്രകാരം ഗ്രാമതലത്തിലെ പദ്ധതികൾ ആവിഷ്കരിക്കൂ എന്നതാണ് നീതി ആയോഗ്. ഇതൊരു ഉപദേശക സമിതിയാണെന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക അല്ലെ. 2015 നിലവിൽ വരുന്നത്, അതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടോ എന്നുള്ളത് നോക്കുക, ഇല്ലെങ്കിൽ അത് കൃത്യമായി പഠിക്കുക. ഇതിന്റെ ഉത്തരം A ആണ്, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഓപ്ഷനിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, കനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ. PSC ഉത്തര സൂചിക പ്രകാരം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ D ആണ്, ബാങ്ക് ഓഫ് ബറോഡ. പക്ഷേ നമുക്കറിയാം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നമുക്ക് സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം. അപ്പം ഇതിന്റെ ആൻസർ കീയിൽ PSC ഫൈനൽ ആൻസർ കീയിൽ അംഗീകരിച്ചത് ബാങ്ക് ഓഫ് ബറോഡ എന്നത് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള ദേശീയ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണോ? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണോ? വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നതാണോ? ബിസിനസ്സുകളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, ഇതിലേതാണ് വരുന്നത്? മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന സംരംഭം ലക്ഷ്യമിടുന്നത് എന്നത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തിന്റെ കരമേഖല, ആ രാജ്യത്തിന്റെ വായുമേഖല, ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിന്റെ തീരപ്രദേശം. നമുക്കറിയാം 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ളത് എന്നത് തെറ്റായ കാര്യമാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഉൾപ്പെടാത്തതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഭൂപ്രദേശമാണോ, ജനാധിപത്യമാണോ, ജനങ്ങളാണോ, പരമാധികാരമാണോ? ഇവിടെ ഭൂപ്രദേശം ആവശ്യമാണ്, ജനങ്ങൾ ആവശ്യമാണ്, പരമാധികാരം ആവശ്യമാണ്. ജനാധിപത്യം എന്ന കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. സോ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജനാധിപത്യമാണ്. അടുത്ത ചോദ്യം, 22ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാപനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് അല്ലെ? പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണിടാ? 1, ഔദ്യോഗിക സ്ഥാപനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അത് ഉൾപ്പെടുത്താം അല്ലെ? ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ് ആണ് അല്ലെ? ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അപ്പൊ അത് വരത്തില്ല. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതൊരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. സോ നമ്മുടെ 1, 2 and 4 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏതു വിഭാഗത്തിൽ പെടുന്നു? നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, രാജ്യരക്ഷാ വിഭാഗം. നിങ്ങൾക്കറിയാം അല്ലെ, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എന്തിനാണ് ഒരു ജോലി വാങ്ങിക്കുന്നത്? ആ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഉദ്യോഗസ്ഥ വൃന്ദം ഏതിൽ ഉൾപ്പെടും? കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇവിടെ തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്? സി ആണ് അല്ലെ? 2, 3, 4 മാത്രം. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു, അത് ശരിയായ കോൺസെപ്റ്റ് ആണ്. പക്ഷേ രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്ന് പറയുന്നത് തെറ്റാണ്. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്നത് അംഗങ്ങളുടെ ടെന്യൂർ ആണ് പറയുന്നത്, അതും തെറ്റാണ്. അതുപോലെ തന്നെ രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രതിനിധി സഭ ലോകസഭയാണ്, ജനങ്ങളുടെ പ്രതിനിധി സഭ ലോകസഭയാണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 മാത്രം. 1 ശരിയാണ്. 1 എന്ന് പറയുന്നത് രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി തന്നെയാണ് വഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പേര് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ. അടുത്ത ചോദ്യം, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ആ കാലഘട്ടത്തിൽ 2024 കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം, അഥവാ സഹമന്ത്രിയായിരുന്നു, ഉപമന്ത്രിയായിരുന്നു, അഥവാ പ്രത്യേക ചുമതലയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സഹമന്ത്രി സ്ഥാനമാണ് വഹിച്ചിരുന്നത്. 26ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ്? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. ശരിയാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണോ? അല്ല, തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ശരിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. തെറ്റാണ് അല്ലെ? അപ്പൊ ഇതിൽ നിന്നും നമുക്ക് 1ാമത്തെ പോയിന്റ് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവയാണ്. 1 ശരിയാണ്, 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക.
അടുത്ത ചോദ്യം, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ചോദ്യം. ഇത് കട്ട് ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഈ സഞ്ജീവനിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം PSC അംഗീകരിച്ചിട്ടില്ല. 27ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്തത് 28ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? അയ്യങ്കാളി പദ്ധതിയാണോ, നിർഭയ പദ്ധതിയാണോ, സ്വാസ്ഥ്യം പദ്ധതിയാണോ, ജന്മരക്ഷാ പദ്ധതിയാണോ? എന്താണ് ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്ന പദ്ധതികളിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യങ്ങളുണ്ട്. സോ ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഏതാണടാ? ജന്മരക്ഷ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണോ, കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനാണോ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശ സംരക്ഷണത്തിനാണോ, വന്യജീവി ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കാണോ? ഏതാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനാണ് നമ്മൾ കല്ലൻ പൊക്കുടൻ എന്ന് പറയുന്ന പരിസംരക്ഷകനെ നമ്മൾ അറിഞ്ഞിരുന്നത് അല്ലേ? അദ്ദേഹം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏത് എന്നാണ്? 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു. 31ാമത്തെ ചോദ്യമാണ്. ഇതും ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അടുത്ത ചോദ്യം 32. 32ാമത്തെ ചോദ്യം, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മഴക്കുഴി നിർമ്മാണം, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കുടിവെള്ള പദ്ധതി, കരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. നമ്മുടെ ഇതിന്റെ ഉത്തരം സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. അപ്പൊ തെളിനീരൊഴുകും നവകേരളം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 33ാമത്തെ ചോദ്യം, ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഒന്നായി മുന്നേറാം ഏതാണടാ അത്? കുടുംബശ്രീയുടെ ലോഗോയാണ് കേട്ടോ. കുടുംബശ്രീയുടെ ലോഗോയാണ് ഒന്നായി മുന്നേറാം എന്ന വാക്യം. ഓക്കെ, അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന, നിലനഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ലക്ഷണങ്ങൾ ഏതൊക്കെയാണടാ? നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നതിന് അതാണ് കാരണം കേട്ടോ, റീസൺ. ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു? വിറയ്ക്കുന്നു, വിറയലുണ്ടാകുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന നിലനഷ്ടമാകുന്ന അവസ്ഥ. അപ്പം ഇതെല്ലാം എന്തിനെ കാണിക്കുന്നു? ഇത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ജെയിംസ് പാർക്കിൻസൺസിന്റെ സ്മരണാർത്ഥമാണ് പാർക്കിൻസൺസിന് പേര് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏത്? സിലിക്കോസിസ്, സോറിയോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. അപ്പൊ നമുക്കറിയാം സോറിയാസിസ് ആണല്ലേ. സോറിയാസിസിനെ കുറിച്ച് നമുക്കറിയാം. ബാക്കിയെല്ലാം നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പണിസ്ഥലങ്ങളിൽ, അതായത് തൊഴിൽ ജന്യ രോഗമായിട്ട് കണക്കാക്കുന്നവയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ക്ഷേതരക്താണുക്കൾ ഏതൊക്കെയാണ് എന്ന്, വൈറ്റ് ബ്ലഡ് സെൽസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് ന്യൂട്രോഫിലും ലിംഫോസൈറ്റുമാണോ, ഈസ്നോഫിലും ന്യൂട്രോഫിലുമാണോ, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണോ, മോട്ടോസൈറ്റും ലിംഫോസൈറ്റുമാണോ? ഏത് ഓപ്ഷനാണ്? ഇതിന്റെ ഉത്തരം മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓർത്തു വെക്കുക, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന
പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് വളരെ എന്താണ് സ്ഥിരമായിട്ട് PSCയുടെ സാന്നിധ്യമായ ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണത്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഓരോ സംഭവത്തിന്റെ ദൂഷ്യഫലങ്ങളുടെ ആഴം എത്രയാണെന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, സ്ഥൂലധാതുക്കൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. സ്ഥൂലധാതുക്കൾ എന്ന് പറഞ്ഞാൽ മാക്രോ മിനറൽസ് എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് താരതമ്യേന വലിയ അളവിൽ ദിവസേന 100 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ളവയാണ് നമ്മൾ മാക്രോ മിനറൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സൂക്ഷ്മ ധാതുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. അയൺ, അതുപോലെ തന്നെ അയൺ അഥവാ ഇരുമ്പ്, അതുപോലെ സിങ്ക്, കോപ്പർ, ഇതൊക്കെ സൂക്ഷ്മ ധാതുക്കൾക്ക് ഉദാഹരണമാണ് കേട്ടോ. സൂക്ഷ്മ ധാതുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം അളവിൽ ആവശ്യമില്ല എന്നതല്ല, ആവശ്യമുണ്ട്. എന്നാൽ സ്ഥൂല ധാതുക്കളുടെ അത്രയും ആ അളവിൽ നമുക്ക് സൂക്ഷ്മ ധാതുക്കൾ ആവശ്യം വരുന്നില്ല ശരീരത്തിൽ എന്നത് ഓർത്ത് വെക്കുക. 39ാമത്തെ ചോദ്യം, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ മാതാപിതാക്കൾ രണ്ടുപേരും മരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായത്തിന്റെ പേരാണ് എന്താണത്? സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം. ഓർത്തു വെക്കുക, സ്നേഹപൂർവ്വം ആ കുട്ടികളെ പരിചരിക്കുന്നത് സർക്കാർ പദ്ധതിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ. അപ്പം ഇതിനോടൊപ്പം താലോലം ഓപ്ഷനിലുണ്ട്, സമാശ്വാസം, സാന്ത്വനം. ഈ ഓപ്ഷനുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതികളെ കുറിച്ചും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പദ്ധതികളിൽ നിന്ന് സ്ഥിരമായ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നത് കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവിന്റെ പേര് എന്താണ് എന്നതാണ്. റോപ്പാർ വെറ്റ്ലാൻഡ് ആണോ, അറ്റ്പാടി ആണോ, ബിലാസ്പൂർ ആണോ, ടീകോണിയ ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അറ്റ്പാടിയാണ്. അപ്പം എന്താണ് അറ്റ്പാടിയുടെ പ്രധാന ദൗത്യം? പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവിന്റെ പേരാണ് അറ്റ്പാടി. ഓർത്തു വെക്കുക. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO, ദാറ്റ് ഈസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന്റെ ദാറ്റ് ഈസ് CCRAS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഏത് യൂണിറ്റിനെയാണടാ നിയോഗിച്ചത്? ആ യൂണിറ്റിന്റെ പേരാണ് NIIMH, ഹൈദരാബാദ്. അപ്പൊ എന്താണ്? പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഏത് യൂണിറ്റിനെയാണ്? അതാണ് NIIMH, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏത് എന്നതാണ്. ഏതാണ് ആ പ്രതിഭാസം? വിസ്തരണം അഥവാ ഡിസ്പേർഷൻ എന്നാണ് ഈ ഒരു പ്രിസത്തിലൂടെ വെള്ളി വെളിച്ചത്തെ കടത്തിവിടുമ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വിബ്ജ്യൂറുകളായിട്ട് മാറുന്ന ആ ഒരു പ്രതിഭാസമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നൽകിയത് നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. അപ്പം വിസരണം, ഇതിൽ തന്നെ ആ ലൈറ്റുകൾക്ക് ഉണ്ടാകുന്ന റിഫ്രാക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലനേഷനും നൽകുന്നുണ്ട്. ഓക്കെ. ഇനി 43ാമത്തെ ചോദ്യമാണ്, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ലോ ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, പ്രധാനപ്പെട്ട 3 ചലന നിയമങ്ങളാണ് ന്യൂട്ടൺ, അല്ലെ, ഫാദർ ഓഫ് ഫിസിക്സ് ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതില് ലോ ഓഫ് ഇനേർഷ്യ ഏത് നിയമത്തിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ, 1ാം ചലന നിയമത്തിലാണ് ഇതിനെക്കുറിച്ച് ന്യൂട്ടൺ പറയുന്നത്.
ഓക്കെ, എന്താണ് ഒന്നാം ചലന നിയമം? ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ മാറ്റമില്ലാതെ തുടരുന്ന പ്രവണതയാണ് ജഡത്വം അഥവാ ലാ ഓഫ് ഇനർഷ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ മാറ്റമില്ലാതെ തുടരുന്ന അവസ്ഥ ഓർത്തു വെക്കുക. അപ്പൊ ലാ ഓഫ് ഇനർഷ്യ അഥവാ ജഡത്തെക്കുറിച്ച് ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ലായിലാണ്, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിലാണെന്നതും കൂടി ഓർത്തു വെക്കുക. ഹൈഡ്രോക്ലോറിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത് എന്നതാണ്? ആർക്കിമിഡിസ് തത്വം, ബെർണോളിസ് തത്വം, പാസ്കൽസ് നിയമം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഏതാണ് ഇത്? പാസ്കൽ നിയമമാണ്, പാസ്കൽസ് ലോ ആണ് അല്ലേ? അപ്പൊ എന്താണ് പാസ്കൽസ് ലോ? ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം കുറവില്ലാതെ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും തുല്യമായി വ്യാപിക്കുന്നു. കുറഞ്ഞ ബലം ഉപയോഗിച്ച് വലിയ ഭാരം ഉയർത്തുന്നു അല്ലെ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പം ഹൈഡ്രോക്ലോറിക് ലിഫ്റ്റിൽ എന്ത് പ്രവർത്തനമാണ്? കുറഞ്ഞ ബലം ഉപയോഗിച്ച് വലിയ വെയിറ്റുള്ള സാധനത്തെ വരെ ഉയർത്തുന്നു. അത് ഏത് നിയമത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പാസ്കൽ നിയമത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പാസ്കൽ നിയമം? ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം കുറവില്ലാതെ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായി വ്യാപിക്കുന്നു എന്നതാണ് ഇതിലൂടെ പറയുന്നത്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് എന്നതാണ് ചോദ്യം. ഏതാണടാ? നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് അങ്ങനെ അറിയപ്പെടുന്നത്, ട്രെയിൻ 18. ആദ്യകാലങ്ങളിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നൽകിയിരുന്ന പേര് ട്രെയിൻ 18 അല്ലെങ്കിൽ ട്രെയിൻ 18 എന്നായിരുന്നു. പിന്നീടാണ് അത് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്തത്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിക്രം, ആര്യഭട്ട, രംഭ, ആദിത്യ. ഏതാണടാ? ലാൻഡറിന്റെ പേര് വിക്രമാണ് കേട്ടോ. റോവറിന്റെ പേര് പ്രഗ്യാനാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. അതും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരാണ് ഓഗനസൺ. 118ാമത്തെ അറ്റോമിക നമ്പർ ആണ് കേട്ടോ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത് എന്നതാണ്. ഒന്നുകൂടി, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത് എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? ബി ആണ് കേട്ടോ, ബി. അതായത് ഗാഢ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ആണ് ഇതിനെ ലയിപ്പിക്കുന്നത്. അപ്പം ഏതാണ്? ഗാഢ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ലയിപ്പിച്ചിട്ടാണ് അക്വാറീജിയ ഉണ്ടാക്കുന്നത്. അക്വാറീജിയ എന്ന് പറയുന്നത് സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകമാണ്. ഇതുകൂടി ഓർത്തു വെക്കുക. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അക്വാറീജിയ. അടുത്ത ചോദ്യം, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൻറി മോസ്ലി, മെന്റലീവ്, ന്യൂലാൻഡ്, ഡോബർനെയർ. ഇപ്പുറത്ത് അറ്റോമിക മാസ്, ത്രികങ്ങൾ, അറ്റോമിക നമ്പർ, അഷ്ടക നിയമം. നമുക്കറിയാം ഹെൻറി മോസ്ലി അല്ലെ? ഹെൻറി മോസ്ലി എന്തിന്റെ ബേസിസിലാണ്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. മോസ്ലി നമ്പറിന്റെ ബേസിസിലും മെന്റലീവ് അറ്റോമിക് മാസിന്റെ ബേസിസിലുമാണ് എന്ത് ചെയ്യുന്നത്? മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂലാൻഡിന്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അഷ്ടക നിയമം. ഡോബർനെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രികങ്ങൾ. ഓക്കെ, അതോർത്ത് വയ്ക്കുക. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് എന്നതാണ്. ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം. ലൈറ്റസ്റ്റ് മെറ്റൽ, ഹാർഡസ്റ്റ് മെറ്റൽ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഇനി താഴെ 4 പിക്ചറുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോയിൽ നിയമം അനുസരിക്കാത്തത് ഏതെന്നാണ്. അപ്പൊ താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? അപ്പൊ ഇതിൽ ഏതോ 3 ബോയിൽ നിയമം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. അപ്പൊ ബോയിൽ നിയമം അനുസരിക്കാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്. സ്ഥിരമായ താപനിലയിൽ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം അഥവാ വി അതിന്റെ മർദ്ദത്തിന് പി വിപരീത അനുപാതത്തിലായിരിക്കും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഗണിതശാസ്ത്രപരമായി നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. പി കോൺസ്റ്റന്റ് 1/v അല്ലെങ്കിൽ പി വി സ്ഥിരാങ്കമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത്.
ഇനി ഗ്രാഫ് ഒന്നാമത്തെ ഗ്രാഫിൽ പറയുന്നു ബോയിൽ നിയമപ്രകാരം പി വി എപ്പോഴും ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അതിനാൽ പി കൂടിയാലും പി വി മാറില്ല. ഈ ഗ്രാഫ് ഒരു തിരശ്ചീന രേഖ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഇത് ബോയിൽ നിയമം ശരിവെക്കുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പിക്ചറിൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്ന രീതിയിലുള്ള ഒരു വക്രരേഖയാണിത്. ദാറ്റ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇത് മർദ്ദം വ്യാപ്തവും വിപരീത അനുപാതത്തിലാണെന്ന് കാണിക്കുന്നു. ഇതും ബോയിൽ നിയമം ശരിവെക്കുന്നു. മൂന്നാമത്തത് പി എന്നത് വിക്ക് വിപരീത അനുപാതത്തിലാണെങ്കിലും 1/vക്ക് നേരിട്ടുള്ള അനുപാതത്തിലാണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിനാൽ ഈ ഗ്രാഫ് ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഒരു നേർരേഖ ആയിരിക്കും. ഇത് ബോയിൽ നിയമം ശരിവെക്കുന്നു. എന്നാൽ നാലാമത്തതിൽ ഈ ഗ്രാഫിൽ പിയും വിയും നേരിട്ടുള്ള അനുപാതത്തിലാണെന്നാണ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ബോയിൽ നിയമപ്രകാരം ഇവ വിപരീത അനുപാതത്തിലാണ് വേണ്ടത്. അതിനാൽ ഈ ഗ്രാഫ് ബോയിൽ നിയമം അനുസരിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഡി എന്ന ഓപ്ഷനിലേക്ക് എത്തിയത്. 52ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണെടാ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ ഉൾപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എസ് കെ പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത 53ാമത്തെ ചോദ്യം, ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ്? ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൃതിയാണ് ഋഷ്യശൃംഗനും അലക്സാണ്ടറും. അടുത്ത ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് എന്താണ്? ഏതാണ് അത്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരാണ് അൺടിൽ ഓഗസ്റ്റ് എന്നുള്ളത്. അൺടിൽ ഓഗസ്റ്റ്. ഓക്കെ, അൺടിൽ ഓഗസ്റ്റ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? അപ്പൊ ഫീച്ചർ വിഭാഗമാണ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന സിനിമയ്ക്കാണ് കേട്ടോ. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് 2024 ആണെന്ന് കൂടി ഓർത്തു വെക്കുക. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര് എന്നാണ് ചോദ്യം. എന്താണ്? നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചയിതാവ് ആര് എന്നതാണ്. അയ്യപ്പ പണിക്കറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അയ്യപ്പ പണിക്കർ സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുകയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, സുഭാഷ് ചന്ദ്രൻ, കാളിദാസൻ. ഋതുസംഹാരം, പറുദീസ നഷ്ടം, കുചേലവൃത്തം, കോശയാത്ര. നമ്മൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം. കുഞ്ചൻ നമ്പ്യാർ, കോശയാത്ര. സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം. കാളിദാസൻ, ഋതുസംഹാരം. കൃതികളും കഥാകാരന്മാരും എന്ന ടോപ്പിക്കിൽ നിന്ന് ബേസുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിറ്ററേച്ചറിന്റെ ഭാഗത്തു നിന്നുള്ളത് കൃത്യമായിട്ട് ആ പോർഷൻസ് കവർ ചെയ്യുക. അടുത്ത ചോദ്യം, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പ്രസ്താവന, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത്, ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. 3, ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. അത് ശരിയാണ് കേട്ടോ. ഡേറ്റ പാക്കറ്റിന്റെ കാര്യവും അതുപോലെ തന്നെ ഹബിന്റെ ഇൻപുട്ട് ഇതും അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1 മാത്രം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏത് എന്നാണ് ചോദ്യം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പ മാർഗം ഏതാണ്? അതാണ് ഫങ്ഷൻസ്. ഏതാണ്? ഫങ്ഷൻസ്. അടുത്ത ചോദ്യം, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ, സ്വിച്ച്, വയർലെസ് ബ്രിഡ്ജ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഏതാണെടാ? അത് വയർലെസ് റിപ്പീറ്റർ ആണ്. അപ്പൊ എന്താണ്? ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ സഹായിക്കുന്ന ഉപകരണം വയർലെസ് റിപ്പീറ്റർ ആണ്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ സഹായിക്കുന്നത് വയർലെസ് റിപ്പീറ്റർ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ്, വളരെ എളുപ്പമുള്ള ചോദ്യം. ഓപ്ഷൻ ബി മൗസ് ആണ്.
അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിൾ ക്രോം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് വകുപ്പിലാണ്? വിഭാഗം 14 അത് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് പോക്സോ നിയമത്തിലെ കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വിഭാഗം 14 കേട്ടോ. വിഭാഗം 14. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ദാറ്റ് ഈസ് CCPA, പ്രാഥമിക പ്രവർത്തനം എന്താണ്? എന്താണ് പ്രാഥമിക പ്രവർത്തനം? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമാണ് അത്. അടുത്ത ചോദ്യം, DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? എന്താണ് DV? ഡൊമസ്റ്റിക് വയലൻസ് അല്ലെ. ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ വകുപ്പ് ഏത് എന്നതാണ് ചോദ്യം. അത് വിഭാഗം 3 വിഭാഗം 3 കേട്ടോ. വിഭാഗം 3 വകുപ്പിലാണ് ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്. ഏത് നിയമപ്രകാരമാണ് NHRC അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിച്ചത് എന്നതാണ് ചോദ്യം. ഏതാണ് അത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കേട്ടോ. 1993. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്, ദാറ്റ് ഈസ് PIO, ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? എത്രയാണടാ? ഓപ്ഷൻ ബി, 25,000 രൂപ വരെ നമുക്ക് ചുമത്താനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ്? നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി പിഴ അഥവാ ശിക്ഷ എന്ന് പറയുന്നത് 25,000 രൂപ വരെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 69ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2019 ഇതിന്റെ പ്രകാരം ഇതിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. 70ാമത്തെ ചോദ്യമാണ്, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നാണ്. എന്ത് അധികാരമാണ് ഉള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. B രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. അപ്പം ഈ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കാം. B രേഖകളുടെ കണ്ടെത്തലുകളും പരിശോധനയും ആവശ്യമാണ്. അതുപോലെ ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു PYQ സീരീസുമായി എല്ലാവരെയും കാണാം. നല്ലോണം പഠിക്കുക. താങ്ക്